രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്കുമായിട്ടാണ്. അവലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് സമയവും അങ്ങനെയൊന്നും ആവശ്യമില്ല. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു സമയമാണ് വേണ്ടത്. അതും ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. ഇതിപ്പോൾ തനിയെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ കെച്ചപ്പോ അല്ലെങ്കിൽ പുതിന ചട്നിയോ ഒക്കെ ഇല്ല, അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അവിലാണ്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള അവിലുണ്ടല്ലോ, അത് 1 കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സവാള ഒരു മീഡിയം സൈസുള്ള സവാള നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ട് നല്ല തരി പോലെ അരിഞ്ഞെടുത്തതാണ്. പിന്നെ മെയിനായിട്ട് വേണ്ട വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചതാണ്. ഇതിപ്പോൾ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് വേവിച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചെറിയ ജീരകം, നല്ല ജീരകം 1/4 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലും വേണം. ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ അവലൊന്ന് ചൂടാക്കി എടുക്കണം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പൊടിക്കണം കേട്ടോ. അപ്പം അതിന് മുന്നേ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ അവലെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പൊടി പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് പൊടിക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് വേവിച്ചത്, അതുകൊണ്ടാണ് കൈ കൊണ്ട് കുഴയ്ക്കുന്നത്. അപ്പം നന്നായിട്ട് ഇത് പൊടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച അവല് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ചേർക്കാം. ആദ്യം നമുക്ക് സവാള ചേർക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ജീരകം, ഗരം മസാല. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചുട്ടെടുക്കാം. വേണമെങ്കിൽ ഇതെടുത്ത് റൗണ്ടാക്കി ചെറിയ ഉണ്ടകളാക്കിയിട്ട് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ വടയുടെ ഷേപ്പിലോ ഏത് വേണമെങ്കിലും ഷേപ്പാക്കിയിട്ട് നിങ്ങൾക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പം ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ പോവാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ബോളാക്കിയിട്ട്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ വേവിച്ച പൊട്ടറ്റോ ആണുള്ളത്, പിന്നെ അവില് പൊടിച്ചതാണ്. അപ്പോൾ അങ്ങനെ വേവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് ഏതാണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്കിത് കോരി മാറ്റാം. നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ കഴിയും എന്നുള്ള പോലെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം.
ഇത് ശരിക്കും വറുത്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ പുറത്ത് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ടായിരുന്നു ഉള്ളത്. ഇപ്പം ക്രിസ്പിയാണ്, പക്ഷെ ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കെച്ചപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് നമ്മൾ കഴിച്ചു നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിപ്പം പുറത്ത് ഭയങ്കര അങ്ങ് എന്താ പറയുക ക്രിസ്പി അല്ലെങ്കിലും ഉള്ളിലേക്ക് വരുമ്പം ആ ഒരു മസാല എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട്. ഒരുപാട് എരിവൊന്നുമില്ല കേട്ടോ. അതായത് എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടെ തന്നെ ചേർക്കാം. നമ്മളിപ്പം 3/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1-1.25 ടീസ്പൂണോളം ചേർക്കാം. ഇതിപ്പം എരിവ് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇപ്പം കെച്ചപ്പിൻ്റെ കൂടെയല്ലേ, അപ്പോൾ അല്ലാതെ ഒന്ന് കഴിച്ചു നോക്കാം. ഇതിപ്പം കുറച്ചും കൂടെ പുറത്ത് ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. കഴിച്ചു നോക്കാം. ഇത് ശരിക്കും ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഉള്ളിയും പിന്നെ ആ മസാല ഉണ്ടല്ലോ, നമ്മളെ ബോണ്ടയിലുള്ള ആ ഒരു മസാലേൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും, ഉള്ളിലേക്ക് പോകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവുന്ന പോലെയാണ്. അപ്പോൾ എന്തായാലും നല്ല ഒരു സ്നാക്കാണ്. എനിക്ക് തോന്നുന്നു ആ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു സമയമുള്ളത്, അങ്ങനെ ഭയങ്കര സമയം, അതായത് ടൈം കൺസ്യൂമിങ് ഒന്നുമല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.